അത് ദേ വെളുത്തുള്ളിയാണെന്ന് പറഞ്ഞ്. ഇവിടെ കുറേ സാധനങ്ങൾ. ഇതൊക്കെ ഇവിടെ തന്നെയുള്ള ആയതാണോ? ഇതെന്താ? ഇത് പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ട്. തക്കാളി. ഇതൊക്കെ എന്താ വില? തക്കാളി 100 രൂപ, പച്ചമുളക് 100 രൂപ, പാഷൻ ഫ്രൂട്ട് 150 രൂപ കിലോയ്ക്ക്. എല്ലാം കിലോയ്ക്ക്. ഇത് കിലോ 150, 100, 100. ഇതെന്താ? ഇത് ജാം, സ്ട്രോബെറി ജാം. അത് ശരി. ഇതിനെത്ര രൂപ? 150 രൂപ. സ്ട്രോബെറിയുടെ ജാമാണ് കേട്ടോ. 150 രൂപ. ഇതോടെ നമുക്ക് എന്തായാലും വാങ്ങാം. ഇതിപ്പോൾ ഡേറ്റും കാര്യങ്ങളൊന്നും എത്ര നാളെ ലാസ്റ്റ് ചെയ്യും? അങ്ങനെ 2 മാസം വരെ. 2 മാസം. ഇതോ? ഇത് പുറത്തിരുന്ന് ഞങ്ങൾ മേടിച്ചതാ. ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് സ്ട്രോബെറിയുടെ ജാമാണോ? ഇല്ല, ഇത് ചോട, ജീരകത്തുള്ള ചോടാണ്. ജീരക സോഡ. ഇത് കടയിൽ നിന്ന് മേടിച്ചതാ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ജീരക സോഡയാണ്. നാടൻ വളമോ. ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടായതാണ്. ഇതെന്താ വല്ല എന്ത് പഴയത്? ഇത് നാടൻ വളം, ഇവിടത്തെ നാടൻ വളം. കിലോ 60 രൂപ. കിലോ 60 രൂപ. ഇപ്പം ചേട്ടൻ തന്നെ സ്ട്രോബെറി ഫാം ഉണ്ട് താഴെ. അപ്പം നമുക്ക് അവിടെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഈ കണ്ണാണ്. ഇതാണോ വഴി? ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് മുരളി. മുരളി. വീട് ഇങ്ങത്താനെ? ഇതാണ് ചേട്ടൻ്റെ വീടാണ് കേട്ടത്. പൂവൊക്കെ ഉണ്ടായിക്കണോ നോക്കി. നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്രയും കളർ കിട്ടില്ല കേട്ടോ. കളറും കിട്ടില്ല, ഇതുവരെ ഉണ്ടാവില്ല. കണ്ടോ ഇതിൻ്റെയൊക്കെ കളർ നോക്കി. ആ ചേട്ടൻ്റെ കടയാണ് കേട്ടോ. ചേട്ടനപ്പോൾ ഈ സ്ട്രോബെറി ഇവിടെ നിന്ന് തന്നെ പറിച്ച് ജാമൊക്കെ ആക്കി അവിടെ വയ്ക്കാൻ വെച്ചേക്കുന്നതാണ്. ഇതിപ്പോൾ ഉണ്ടായിട്ടില്ല. രാവിലെ പറിച്ചതാണല്ലേ. ഇത് മെയിൻ സീസൺ എപ്പോഴാണ് ഇതിൻ്റെ? മെയിൻ സീസൺ ജനുവരി ഫെബ്രുവരിയിലാണ് മെയിൻ സീസൺ. മാർച്ച് വരെ നല്ല സീസൺ ആയിട്ട് ഫെബ്രുവരി കാണും. മെയ് ജൂൺ ആകുമ്പോൾ ഇത്ര ടല്ലാവും. ഇവിടെ വേറെ എന്തൊക്കെ കൃഷി ചെയ്യാറുണ്ട്? കൃഷിന്ന് പറഞ്ഞ എല്ലാ കൃഷിയുണ്ട്. ബീൻസിൽ ഒരു 5-6 വെറൈറ്റി ഉണ്ട്. വെളുത്തുള്ളിയുണ്ട്, ക്യാരറ്റ് ഉണ്ട്, കേബേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് ക്യാരറ്റ് ചെടിയാണ്. ഇത് ക്യാരറ്റാണ്. ഈ താഴേക്കുന്ന ക്യാരറ്റാണ്. ഇത് ക്യാരറ്റാണ് കേട്ടോ. അതിൻ്റെ തല വെളുത്തുള്ളിയാണ്. അതിൻ്റെ ചെറിയ ഇത് വെളുത്തുള്ളി. ഈ നിൽക്കണ വെളുത്തുള്ളി. ഇതെല്ലാം സ്ട്രോബെറിയാണ്. ഈ നിൽക്കണേ സ്ട്രോബെറി. അത് നിൽക്കണ പയറാണ്. അത് പയർ എന്ന് പറഞ്ഞാൽ അത് ബട്ടർ ബീൻസ് എന്ന് പറയും. പിന്നെ ബട്ടർ ബീൻസ് അത് പൊളിച്ച് കറി വെക്കുന്നത്. മുറുങ്ങ ബീൻസ് അത് ചുമ്മാ തുവറ വെക്കുന്നതാണ്. ഓക്കെ ഓക്കെ. ഇതെല്ലാം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടണമല്ലോ. എല്ലാം കൃഷിയുടെ സ്ഥലങ്ങളെല്ലാം. ഇതെന്താ ഇങ്ങനെ ഈ തട്ടുതട്ടായിട്ട് കൃഷി ചെയ്യുന്നതിന്റെ ഗുണം എന്താണെന്നറിയോ? ഇവിടത്തുള്ള സ്ഥലം പൂരം ഇങ്ങനെ തട്ടുതട്ടായിട്ട്. അപ്പൊ ഈ വെള്ളം തേങ്ങി നിൽക്കാതെ ഒഴുകി പോകുന്നതിന്. വെള്ളം നിൽക്കാതെ ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തട്ടുതട്ടായിട്ട് കൃഷി ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്തൊക്കെ മെയിൻ ആയിട്ടും ഫുൾ ടൈം എപ്പോഴാണ് കൃഷി ഉണ്ടാവണേ? എല്ലാത്തിനും ഓരോന്നിനും ഓരോ സീസണാണോ? ഇപ്പൊ ഈ കൊല്ലം മഴ ഇച്ചിരി താമസമായി. മഴ താമസിച്ചോണ്ട്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പച്ചയായിട്ട് കിടക്കും. ഏതെങ്കിലും ഓഗസ്റ്റ് സെപ്റ്റംബർ നല്ല വിളവെടുക്കുന്ന സമയമാണ് ഓണത്തിന്റെ സമയം. ശരി. ഇവിടെ സ്ഥലത്തിനൊക്കെ എന്ത് വില വരും? ഈ റോഡും കറണ്ടും തണ്ണിയുള്ള ഇടതെങ്കിൽ ഇച്ചിരി റേറ്റ് കൂടുതൽ. ചെണ്ടിന് ഒരു 1-1.5 ലക്ഷം രൂപ വരണം. പിന്നെ അതിനെ അകലെ പോയാൽ സൗകര്യം ഇല്ലാതെ ചിലപ്പോൾ 50 രൂപ 30 രൂപ അങ്ങനെ മുകളിലോട്ട് കയറിയ മുകളിലൊരു വെള്ളച്ചാട്ടമൊക്കെ ഇല്ലേ? ഉണ്ട്. ഒരു 1.5 കിലോമീറ്റർ പോയാൽ അവിടെ വെള്ളച്ചാട്ടമുണ്ട്. വണ്ടി പോകും നമ്മുടെ. ഇപ്പൊ വെള്ളം ഉണ്ടാവുമോ? വെള്ളമുണ്ട്. ആ റോസിനടുത്ത്. ആ റോസ് നല്ല റോസാണ്. തൈ വെക്കാൻ കിട്ടുമോ? കൊടുക്കാനുണ്ടോ? കമ്പ് കിട്ടുമോ? റോസ് നോക്കി അതിൻ്റെ കളർ ഉണ്ടോ? അയ്യോ, കണ്ടിട്ട് തന്നെ കൊതിയാവണം. ഇത് നോക്ക്. ഇത് വല്ല പേരുണ്ടോ ഈ റോസിന്? ഓക്കെ. ഇത് സൂര്യകാന്തി വാടിപ്പോയത്. ചേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടത്. അപ്പോൾ ചേട്ടൻ കടയിൽ വിൽക്കാൻ വെച്ചേക്കണേ പച്ചമുളകെല്ലാം ഇവിടുന്ന് പറിച്ചു തന്നെയാണ് കേട്ടോ. പച്ചമുളകൊക്കെ
തക്കാളി ഉണ്ടായി കിടക്കുന്നു. തക്കാളി ഉണ്ടോ? അതെ, നിറച്ച് തക്കാളി ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഇവിടുന്ന് പറിച്ചിട്ട് ചേട്ടനതേ കടയാണ് കാണുന്നത്, ചെറിയ കടയാണ്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് വെച്ച് വിൽക്കുവാണ്. ഇവിടെയൊക്കെ 1.5 ലക്ഷം രൂപയുടെ അടുത്താണ് സ്ഥലത്തിൻ്റെ റേറ്റ് എന്നാണ് കേട്ടോ പറഞ്ഞ് ചോദിച്ചപ്പോൾ. ഇതിന് മുകളിലോട്ട് ഇവിടെ വെള്ളം സൗകര്യമുണ്ട്, കറണ്ട് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് മുകളിലോട്ടൊക്കെ പോയാൽ ഒരു 19,000 രൂപയ്ക്ക് സൗകര്യം കുറച്ച് കുറവായിരിക്കും. ഒരു 50,000 രൂപ റേറ്റിലൊക്കെ നമുക്ക് ഇവിടെ സ്ഥലം കിട്ടും വാങ്ങാൻ.